വർഷങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന വഴി ഒരു സ്വകാര്യ സ്ഥാപനം കൊട്ടിയടച്ചതോടെ ദുരിതത്തിൽ ആയിരിക്കുകയാണ് കോഴിക്കോട് മാവൂരിലെ 5 കുടുംബങ്ങൾ. മഹലറ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം പൊതുവഴി ഉൾപ്പെടെ ചുറ്റുമതിൽ കെട്ടി അടച്ചു എന്നാണ് നാട്ടുകാരുടെ പരാതി. ഇതോടെ രോഗികളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്ന 25ഓളം മനുഷ്യരുടെ ജീവിതം വഴിമുട്ടിയ നിലയിലാണ്. ഈ റിപ്പോർട്ടോടുകൂടി ഈ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ശേഷം പ്രാതൽ വാർത്തയിൽ സേതുലക്ഷ്മി എത്തും. നമസ്കാരം. അന്ന് പോലെ ഞങ്ങളോട് അറിഞ്ഞ് നിങ്ങൾക്ക് വഴി തരുമെന്ന് എല്ലാ സഹായം ഞങ്ങൾ ചെയ്തു കൊടുത്ത് ഒരു പറമ്പത്തോതിൽ ഞങ്ങൾ ഒഴിച്ചിട്ട് കൊടുത്തേ അവർക്ക് സാധനമൊക്കെ ഇറക്കാൻ. പിന്നെ അതൊരു ഭാഗം കഴിഞ്ഞ് തുടങ്ങിയതിൻ്റെ ശേഷമാണ് ഓല് ഞങ്ങളോട് എതിർപ്പായി വന്നത്. പിന്നെ ഒരു വൈകി വെട്ടിയടിച്ച് അതിൽ നടക്കാൻ തന്നെ കഴിയില്ല. മാവൂർ കൽപ്പള്ളിയിലുള്ള 5 കുടുംബങ്ങൾക്ക് വഴിയില്ലാതായിട്ട് 16 വർഷമായി. പഞ്ചായത്ത് അനുമതിയോടെ വീടുകളിലേക്ക് നിർമ്മിച്ച പൊതുവഴി മഹ്ലറ എന്ന വിദ്യാഭ്യാസ സ്ഥാപനം കൈവശപ്പെടുത്തിയതായാണ് പ്രദേശവാസികളുടെ പരാതി. 2006 പൊതുവഴി ഉൾപ്പെടുന്ന സ്ഥലം വിദ്യാഭ്യാസ സ്ഥാപനം ചുറ്റുമതിൽ കെട്ടി അടച്ചത്. വഴി അടച്ചതോടെ സമീപവാസികൾ പ്രതിസന്ധിയിലായി. ഈ 5 വീടുകൾ ഒഴികെ പ്രദേശത്തെ എല്ലാ സ്ഥലവും സ്വകാര്യ സ്ഥാപനം വാങ്ങുകയും ചെയ്തതോടെ പൂർണ്ണമായും വഴിയില്ലാതായി. വീട്ടുകാർ മുകൾ വശത്തുള്ള വഴി ഉപയോഗിച്ചു തുടങ്ങിയെങ്കിലും സ്ഥാപനത്തിന്റെ കൈവശമുള്ള ഈ വഴിയും അവർ മണ്ണിട്ട് വഴിമുടക്കിയെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ആ മതിലിൻ്റെ അകത്തോടെയാണ് നമ്മൾ നടന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് ഇതിലിങ്ങനെ വന്ന് കരുതുകൊണ്ട് ഈ വഴിച്ചാല് കണ്ടോ, ഇതിലാ വന്ന് കയറിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ നടക്കുന്ന ഇവർ നമ്മളിങ്ങനെ ഇന്നിപ്പോൾ പോന്നിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പിറ്റേ ദിവസം അവർ അടച്ചു വെക്കും. അപ്പം അതിനനുസരിച്ച് നമ്മളിങ്ങനെ മാറി മാറി നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇത്രയും കാലം. രാവിലെ ഇവരെ പൂട്ടിയേക്കുമായിരിക്കും. വൈകുന്നേരം 6 മണി കഴിഞ്ഞാലും പോകാൻ കഴിയില്ല, പൂട്ടിയേക്കുമായിരിക്കും. ഇതിൻ്റെ ഇടയിൽ പിന്നെ സ്കൂൾ ടൈം ആയതുകൊണ്ട് അവർ തുറന്നു വെച്ചേക്കണം. അപ്പം നമ്മൾ അതിലും കടന്നു പോകും. ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വരെ പോയിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞു എത്രയോ പ്രാവശ്യം തിരിച്ച് പിന്നെ മുകളിൽ പോകേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അസുഖബാധിതരെ ആശുപത്രിയിലെത്തിക്കാൻ പോലും വാഹനം വീടുകളിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ 5 വീടുകളിലേക്കും ബന്ധുക്കളോ മറ്റോ വരണമെങ്കിൽ സ്ഥാപന മേധാവികളുടെ അനുമതി വാങ്ങേണ്ട അവസ്ഥയാണെന്നും കുടുംബങ്ങൾ പറയുന്നു. അതേമാതിരി എനിക്ക് വന്നതിന് ഭാഗത്തായിട്ട് ഓർക്കും കൈയും കാലൊക്കെ തളർന്നു അതാണ്. അപ്പോൾ ആ ഭാഗത്തായിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാനോ പോകാനോ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ ആ അവസ്ഥ കണ്ടിട്ടാണെങ്കിലും ഞങ്ങളെല്ലാവരും സഹായിക്കുക, ഒരു വഴിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയതാണ്. വേറെ സമ്മതിക്കാനില്ല, വണ്ടി വേറെ സമ്മതിക്കാനില്ല. പിന്നെ ഇങ്ങനെ നടന്ന് പെട്ടെന്ന് എന്തെങ്കിലും ആയാലും നമ്മൾ എന്താ ചെയ്യുക? നമ്മൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോവാൻ. അതുകൊണ്ട് നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾക്ക് വഴി വേണം. നിത്യരോഗികളും പ്രായമായവരും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത് ചൂണ്ടിക്കാട്ടി പലതവണയായി അധികൃതരെ സമീപിച്ചെങ്കിലും നടപടി ഉണ്ടായില്ല. 2008 മുതൽ ഇതിന് നിയമപരമായിട്ടുള്ള രേഖകളായിട്ട് നടക്കുന്നുണ്ട്. 2008 മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. മുഖ്യമന്ത്രി 2009 ഓർഡർ വന്നു, പഞ്ചായത്തിലേക്ക് അയച്ചിട്ട് അത് ഈ കുടുംബങ്ങൾക്കുള്ള വഴിയാണ് തുറന്നു കൊടുക്കണമെന്ന് പഞ്ചായത്തിന് അറിയിപ്പ് കൊടുത്തു. പഞ്ചായത്ത് തീരുമാനിച്ചു. അതിനുശേഷം തുറന്നു നിന്നില്ല. വീണ്ടും പരാതി കൊടുത്തു. 2014 കോടതിയിൽ പഞ്ചായത്ത് അഫിഡവിറ്റ് കൊടുത്തു, ഈ കുടുംബങ്ങളിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാമെന്ന്. 2014 അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 10 വർഷത്തിലധികമായി. നിരവധി തവണ കലക്ടർ മുതൽ പഞ്ചായത്ത് ഓംബുഡ്സ്മാന്, ജില്ലാ കലക്ടർക്ക് 2-3 പ്രാവശ്യം, തഹസിൽദാർ, വില്ലേജ് ഓഫീസ്, പഞ്ചായത്ത് ഓഫീസ് നിരവധി തവണ എല്ലാ നടപടിയിലേക്ക് പോയിട്ടും ഒരു നടപടി എടുക്കുന്നില്ല. 5 കുടുംബങ്ങളും വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്ന വഴി ഇപ്പോഴും നിലവിലുണ്ട്. 175 മീറ്റർ നീളവും 1.2 മീറ്റർ വീതിയുമുള്ള വഴി മാവൂർ ഗ്രാമപഞ്ചായത്ത് ആസ്തി രജിസ്റ്ററിൽ വ്യക്തമായി രേഖപ്പെടുത്തിയതുമാണ്. എന്നാൽ വഖഫ് ബോർഡിന്റെ അധികാര പരിധിയിലുള്ള ഭൂമിയാണ് മഹ്ലറയുടേത് എന്നാണ് സ്ഥാപന മേധാവികൾ പറയുന്നത്. 1500ഓളം വിദ്യാർത്ഥികൾ പഠിക്കുകയും സർക്കാർ അംഗീകാരത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിദ്യാലയ സമുച്ചയത്തിലൂടെ വഴി വേണമെന്ന ആവശ്യം തികച്ചും അന്യായമാണെന്നാണ് സ്ഥാപന മേധാവികളുടെ വിശദീകരണം. പ്രായമായവരും കുട്ടികളും നിത്യരോഗികളും ഉൾപ്പെടെ 25ഓളം മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ കൊട്ടിയടച്ചിരിക്കുന്നത്. വർഷങ്ങൾക്കിപ്പുറവും പ്രശ്നത്തിൽ അധികൃതരുടെ ഇടപെടൽ കാത്തു കഴിയുകയാണ് ഈ 5 കുടുംബങ്ങൾ. ക്യാമറമാൻ ഷാഫിയോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.